നമസ്കാരം, ട്രാവൽ ബ്ലോഗ്സ് റിങ്കു മാത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലുള്ള അയ്യപ്പൻ കോവിൽ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ നടുക്കാണ്. എൻ്റെ കൂടെ സനു ഉണ്ട്, അതുപോലെ തന്നെ ബാലുവും അബിയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഇടുക്കി ജില്ല ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. സോ അയ്യപ്പൻ കോവിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് 8 വർഷം മുമ്പേ പണിതൊരു ബ്രിഡ്ജാണ്, കംപ്ലീറ്റ്ലി ഹാങ് ആയിട്ടുള്ള ബ്രിഡ്ജാണ്. ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് കണ്ടിട്ട് വരാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പാലമാണ്. സാധാരണ ഒരു പാലമായിട്ട് നമുക്ക് കാണുമ്പോൾ തോന്നുവാണെങ്കിൽ കയറുമ്പോൾ ഭയങ്കര രസമാട്ടോ. കാരണം കുലുക്കൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ കുലു നല്ല രസത്തിൽ കുലുങ്ങുന്നുണ്ട്. കുലുക്ക് താഴെ ഇടായിരുന്നു. ഇവിടെ 2 അണ്ണന്മാര് ഫോട്ടോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കിട്ടുന്നുണ്ട്, ഭയാനകം ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓസിലേറ്റ് ചെയ്യുന്നത് കാരണം ക്യാമറ എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയും പാലും. സോ ആക്ച്വലി ഇപ്പം സമയം ഒരു 9-10 ആയിട്ടുണ്ട്. വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആദ്യം കണ്ടപ്പോൾ ഇത് വലിയതായിട്ടൊന്നും ഇല്ലയെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ബ്രിഡ്ജിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചുറ്റിനുള്ള വെള്ളമെല്ലാം കാണാൻ നല്ല അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തായിട്ട് എനിക്ക് നമ്മൾ പാലം കടന്ന് ഇങ്ങനെ അറ്റത്ത് വരുമ്പോഴത്തേനും ഇവിടെ വള്ളത്തിലൊക്കെ കയറാനുള്ള സൗകര്യമുണ്ട്. ഈ വള്ളത്തിൽ കയറ്റി അവർ ആ ബോട്ടിൽ ഇതിലേക്കൂടെ നടത്തിച്ചിട്ട് ഇത് ഡാമാണെന്ന് എനിക്കറിയത്തില്ല, ഒരു റിവർ പോലെ ഈ 2 മലകളുടെ ഇടയിലായിട്ട് കിടക്കുന്നു. സോ അതിൽ കയറി നമുക്ക് പോകാൻ പറ്റും. ബട്ട് നമുക്കിന്ന് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വള്ളത്തിൽ കയറുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ നടന്ന് പാലം ഇറങ്ങി ഇപ്പോഴത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. 300 മീറ്റേഴ്സ് അങ്ങോട്ട് പോകണം. സോ അവിടേക്ക് പോയി നോക്കാം. പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. സോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ 4 പേരും കൂടി ഇനി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് മറ്റേ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോവാണ്. 300 മീറ്റർ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വഴി ഞാൻ കാണിച്ചു തരാം. സോ കണ്ടില്ല, ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോകാൻ മാത്രം പറ്റുന്നൊരു വഴിയാണ്. പാലത്തിൻ്റെ ഇക്കരെ വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോവുക. സോ ഇത് ഇടുക്കി ജലസംഭരണിയുടെ ഒരു പോർഷനാണ് ഈ കാണുന്നതെന്നാണ് ആക്ച്വലി പറയുന്നത്. ഓക്കെ,
നമ്മൾ കണ്ടില്ലേ ആ ഇതിൻ്റെ നടുക്ക്, അതായത് ഈ റിസർവോയറിൻ്റെ നടുക്കാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് നടന്ന് നിന്നിട്ട് അതിലെ കൂടെ നടന്നങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ നടന്ന് കയറി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എല്ലാം പറ്റും. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡാമിലെ വെള്ളം കൂടുമ്പോൾ ആക്ച്വലി ഇത് മുങ്ങിപ്പോവും, ഈ ക്ഷേത്രം മുങ്ങിപ്പോകും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ അത് കണ്ടില്ലേ, നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇപ്പം മേളിലോട്ടുള്ള ആ ഗോപുരം മാത്രമാണ് അവിടെ കാണുന്നത്. അങ്ങോട്ട് പോകാനായിട്ടൊരു ഇതുണ്ട്, ഒരു ബ്രിഡ്ജ് പോലെ പണിതിട്ടുണ്ട്, അതുവഴി നമുക്ക് കയറി അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇപ്പം ഡാമിൻ്റെ അകത്ത് ആക്ച്വലി മുങ്ങിക്കിടക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ശരിക്കും അറിയത്തില്ല, പക്ഷേ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം.